സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ലീവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല മച്ചാമാരെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇന്ന് അവധിയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. കാരണം എറണാകുളം ജില്ലയ്ക്ക് ലീവ് വന്നത് കാരണം നമ്മൾ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ മച്ചാമാരെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഇന്ന് പറയാൻ ഓൾറെഡി നമ്മൾ ആരെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് ഒരു പാക്ക് ഓപ്പണിംഗ് ആണ് ഗൈസ്. നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് തേർഡ് അക്കൗണ്ടിൽ ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു. അതൊന്നും കുറേ ദിവസമായിട്ട് ലോഗിൻ പോലും ചെയ്തില്ല. അപ്പം അത് ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് മൊത്തത്തിൽ ഒന്ന് പാക്ക് ഓപ്പണിംഗ് ചെയ്യാം. ഞാൻ ആരെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്, ഇതൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വെച്ചാൽ നമുക്ക് എന്തായാലും വീഡിയോ ഇട്ട് കിടക്കാം ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഇന്നലെ MSN പാക്ക് വന്നു. അപ്പം സത്യം പറഞ്ഞ ഗൈസ്, നമ്മുടെ കുറേ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ പറയുന്നത് നമ്മുടെ 100 കോയിൻ ഇത് കാര്യങ്ങൾ കുറേ പേർ കിട്ടുന്നുണ്ട്. എന്തായാലും മച്ചാമാർ ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേന് സെറ്റ് ആകട്ടെ. നമുക്ക് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കൊനാമി ഇപ്പം ചെറിയ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. മച്ചാമാരെ അപ്പം നമുക്കിപ്പോൾ നിലവിൽ 3347 കോയിനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോയിനാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് കുറേ മിഷനും കാര്യങ്ങളൊക്കെ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നിലവിൽ ഞാൻ ഇതെങ്ങനെയാണ് തീർക്കുന്നത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നു മച്ചാമാരെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇൻബോക്സിൽ അടിക്കാം. ഒരു 50 കോയിൻ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് നമുക്കൊരു 6 ട്രൈ ഉണ്ട്. നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ട്രൈ ഉണ്ട്. തേർഡ് അക്കൗണ്ടിലും അത്യാവശ്യം ട്രൈ ഉണ്ട്. അപ്പോൾ മച്ചാമാർ ഇതെല്ലാം മൊത്തത്തിൽ അടിക്കാം കേട്ടോ. പോർട്ട്വേ അടിക്കാം. പിന്നെ 2 ബിഗ് ടൈമും കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ബിഗ് ടൈമാണ് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എത്ര ബിഗ് ടൈമാണ് കിട്ടിയതോ അതുപോലെ തന്നെ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മച്ചാമാരെ. കുറേ പേർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ റൊണാൾഡോനെ എടുക്കുന്നു, റോബർട്ടോ കാർലോസിന് എടുക്കുന്നു. എന്തായാലും കേസ് ഇതൊന്ന് നോക്കി നോക്കാം. ലാംബാർഡിന് എടുക്കുന്നു. അപ്പം നിങ്ങൾ കിട്ടിയവരെ കമൻറ്റ് ചെയ്യാൻ കേസ്. എനിക്ക് ആകെ ഒരു ബെക്കാം കിട്ടി. പിന്നെ ഓൾറെഡി നമ്മുടെ ഹൈലൈറ്റ് ആണ് ഗൈസ് കൂടുതലും കിട്ടിയത്. ബാക്കി നിങ്ങൾ എത്ര പേർക്ക് കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഒരു ട്രൈ നമുക്ക് കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. അപ്പം എന്തെങ്കിലും നിലവിലുണ്ടോ നോക്കുക ആദ്യം തന്നെ. അപ്പം എപ്പോഴത്തേയും പോലെ ഗൈസ് ഉള്ളിലൊന്നുമില്ലടാ. മിക്കവാറും വല്ല ഹൈലൈറ്റ് ആണോ ഗൈസ്. മാർവൻ അറ്റിയ എന്ന് പറഞ്ഞൊരു DMF പ്ലെയറിനെ കിട്ടിയത്. അപ്പം എന്തായാലും ഗൈസ് നിങ്ങൾ കുറേ പേർക്ക് 5 പ്ലേയേഴ്സിനെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആടാ അടുത്തൊരു ട്രൈ അങ്ങ് എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ കിട്ടിയവരെ കമൻറ്റ് ചെയ്യുക. കാരണം കുറേ പേർക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. 5ഉം 6ഉം ഈ ബിഗ് ടൈം ഒക്കെ ഉള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും കൺഗ്രാജുലേഷൻ എനിവേ എല്ലാവർക്കും. മച്ചാമാരെ അപ്പോൾ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും പൂക്കുറ്റിയാണ് മച്ചാമാരെ. നിലവിൽ ഉള്ളിലൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സ്കിപ്പ് അടിച്ചു. മച്ച് സെഞ്ചൻസ് ഇവിടെ ഒരു CF ആണ് മച്ചാമാരെ കിട്ടിയത്. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം മച്ചാമാരെ. നിലവിൽ ഇപ്പോൾ കറണ്ട് പോയും വരലും ഒക്കെ ആയതുകൊണ്ട് ഗൈസ്. അപ്പം ഞാൻ എടുത്ത സെലക്ഷൻ കോൺട്രാക്ട് ഓൾറെഡി നമ്മുടെ ഗോളി ഇല്ലാത്തതുകൊണ്ട് ഒലിവർഗാനെ എടുത്ത്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മുടെ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലൈവിലായതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ഇടാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ആരെയും എടുത്തതെന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ എടുത്തെന്ന് കമൻറ്റ് ചെയ്യുക മച്ചാമാരെ. ഇത് നിലവിൽ പോർട്ട്വേ ആണ്. നമുക്ക് എന്തായാലും പോർട്ട്വേയും കൂടെ ഓപ്പൺ ചെയ്തേക്കാം. കവരസ്കേനെ എടുക്കുന്നു, പിന്നെ നമ്മുടെ മെസ്സീനെ എടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് പോർട്ട്വേയിൽ ആരെ കിട്ടിയ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഡൊമിനിക്ക്, എനിക്കിതിൽ ആരെ കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഒരു ഗോളി ഒന്നും കിട്ടാനായിട്ട് മതിയായിരുന്നു. കാരണം ഇപ്പം ഓൾറെഡി നമ്മുടെ ഒലിവർഗാൻ എടുത്തോളൂ. ഡെമ്പൽ ഇത് നേരത്തെ വന്ന കാർഡ് തന്നെ കേട്ടോ മച്ചാൻ. ഈ മെസ്സിയൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നിലവിൽ നോക്കാം. അപ്പോൾ ഇതും ഏകദേശം ഒരു പ്രാങ്കാനിമേഷൻ ഒന്നുമില്ല, പൂക്കുറ്റി ഒന്നുമില്ല. നിലവിൽ എനിക്ക് ഒന്ന് സ്കിപ്പ് അടിച്ചങ്ങ് പോയാലോന്നുണ്ട് ഗൈസ്. നോക്കട്ടെ ഉള്ളിൽ വല്ലതും ഉണ്ടോ. എടാ ചതിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നെ കൊനാമി ഗൈസ്. നേരത്തെ ഗോളി മച്ചാമാരെ. അവിടെ ഗോളിയാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത്. എന്നെപ്പോലെ ഇതുപോലെ ഗോളിനെ കിട്ടിയൊരു കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഗോളിയൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒലിവർഗാൻ ഇട്ടിട്ടുള്ളൂ. അതിനിടയ്ക്ക് കൂടെ ഇത് കിട്ടി. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിൽ ഏകദേശം നിലവിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേറൊന്നും ഇറക്കാനില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് പേ ഞാൻ കൊടുക്കാം. കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡ്രോപ്പ് പേ അടിച്ചതാണ്. എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. 15 കോയിനുള്ള അക്കൗണ്ടാണ്. എടാ ഉള്ളിൽ മഞ്ഞ വല്ലതും ഉണ്ടോ. സ്കിപ്പ് അടിക്കണോ ഗൈസ്. നമുക്ക് എടാ ഒന്നുമില്ല. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ. ഇല്ല മച്ചാമാരെ. ഇത് നിലവിൽ എന്താ പറ്റിച്ചു. ഇത് നമ്മൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ജൊനാഥൻ ബയറി 1 സ്റ്റാർ ഗൈസ് കിട്ടിയത്. അപ്പോൾ മച്ചാമാരെ നിലവിൽ ഇനിയിപ്പോൾ 5 ദിവസം കൂടി ഉള്ളൂ ഇതൊക്കെ റീസ്റ്റാർട്ട് ആവാൻ. അപ്പോൾ എന്തായാലും ഗൈസ് ഇതിൽ നമുക്ക് ഇനി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലെജൻഡ് അസംബിളിൻ്റെ ഒരെണ്ണമുണ്ട്, ഫ്രീ ട്രൈ ഒരെണ്ണമുണ്ട്. അപ്പോൾ 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. ഒന്നും നോക്കുന്നില്ല. എടാ ഇതും ചാമ്പ്യൻ എനിക്ക് തോന്നി. ഇതും കിട്ടിയില്ല. കൊറിയോ ഗൈസ്. LB പ്ലെയറിനെ അവർ കിട്ടിയത്, അതും പോയി. അപ്പം മച്ചാമാരെ നിലവിൽ ഇത് ആകെ മൊത്തത്തിലൊരു പണിയാണല്ലോ മച്ചാമാരെ. ഇനി ആകെ ഒരു പ്രതീക്ഷ ഈ എപ്പിക് ലെജൻഡിലാണ്. ഇതിൽ കുറേ പേര് പറയുന്നുണ്ട് മച്ചാമാരെ നമ്മുടെ റൂണിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം കയറി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനാണ് ഓൾറെഡി നമ്മുടെ കക്കേൻ്റെ റിവ്യൂ ചെയ്തു. ഇനിയിപ്പോൾ ഒലിവർഗാൻ്റെ റിവ്യൂ സെക്കൻഡ് ചാനലാട്ടോ വരിക നമ്മുടെ റിയൽ സഞ്ജു ഗെയിമിങ്ങിൽ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഇനി ഒന്നും നോക്കുന്നില്ല. എന്തായാലും ഈ ഒരു അക്കൗണ്ട് എനിക്ക് മച്ചാമാരെ കളിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ റാം കുറവായതുകൊണ്ട് നല്ല ലാഗായിരിക്കും. അതുകൊണ്ട് നമുക്ക് എടുത്ത് വെക്കാന്നുള്ളൂ. പിന്നെ എങ്ങാനും പ്ലെയർ എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. അപ്പോൾ 4 ലൈൻ എടുക്കുന്നത്. ആരെ കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഡെനിൽസനെ ഒന്ന് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഓൾറെഡി ഇതിനകത്ത് വേറെ അക്കൗണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം നിലവിൽ. എൻ്റെ പൊന്ന് മച്ചാമാരെ. സത്യം പറഞ്ഞാൽ
എംഎസ്എൻ ബാക്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഫസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു മറ്റേ സുവാരസിന്റെ. സൂര്യയൊക്കെ അന്ന് കിട്ടിയതിപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്കോളസ് ആണ് മച്ചാമാരെ. ഓക്കെ, അപ്പൊ ഇല്ല 11ാം നമ്പർ സ്കോളസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മള് ഓൾറെഡി ഡ്രാഗൺ ആണെങ്കിൽ അത്യാവശ്യം നല്ല കാർഡാണ്. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇട്ട് സെറ്റാക്കാം. ഇതിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു മച്ചവനെ വേറൊരു കാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. വേറെന്തോ ഒരു പേരുള്ള. അപ്പൊ AMF ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും കിട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ആരെയാണ് ഫ്രീ ട്രയൽ കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക. പോർട്ട്വേൽ ആരെയും കിട്ടിയത്, അതുപോലെ തന്നെ നിങ്ങൾ മൊത്തത്തിൽ ഹാപ്പി ആണെന്ന് കമന്റ് ചെയ്യുക. കോയിൻ എത്രയാണെന്ന് കമന്റ് ചെയ്യുക മച്ചാവരെ. MSN പാക്ക് ഞാൻ നിലവിൽ ഇപ്പോൾ കറക്കുന്നില്ല. ബാക്കിയൊന്നുമില്ല ഗൈസ്. നമുക്ക് ഡെയിലി ഗെയിം കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പം മച്ചാവരെ ഇന്നത്തെ വീഡിയോ, അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിരിക്കും. ബൈ ഗൈസ്.